ദൈവത്തിൻ്റെ തന്നെ തിരുനാമം മഹത്വമെടുക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ പ്രിയ കർത്താവിൻ്റെ അഭിഷിക്തനോടൊന്നിച്ച് ദൈവജനത്തോടൊന്നിച്ച് എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുന്ന പ്രിയ കുരുളച്ചാനോടൊന്നിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയിൽ ഭാഗവാക്കാകുവാൻ, പകലും വൈകിട്ടും ദൈവജനം ശുശ്രൂഷിപ്പാൻ വലിയവനായ ദൈവം നൽകി തന്ന നല്ലൊരു അവസരത്തിന് കർത്താവിന് സ്തോത്രം കരേറ്റുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ദൈവത്തിൻ്റെ അഭിഷിക്തനോടും സഭയോടും എൻ്റെ ഹൃദയംഗമായ നന്ദി പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ഒരപ്പന് 2 പുത്രന്മാരുണ്ടായിരുന്നു. യേശു ഇങ്ങനെയാ പറഞ്ഞു വരുന്നേ, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടെന്ന് ഇരിക്കട്ടെ. സപ്പോസ് ഒരു മനുഷ്യന് 100 ആട് ഉണ്ടെന്ന് ഇരിക്കട്ടെ. സപ്പോസ് അടുത്ത് പറയുമ്പം ഒരപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു. സപ്പോസ് അല്ല, ചിലപ്പോൾ നടന്നതായിരിക്കാം. അല്ലെങ്കിൽ ഇത്ര ആധികാരികതയോടുകൂടെ യേശു പറയുമ്പം യേശുവിൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ളവർ ഒരുപക്ഷെ അതെന്ത് ചെയ്തേനെ, നിരാകരിച്ച, എനിക്കറിയില്ല. എന്നാലും ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്. ഇളയ മകൻ വന്ന് അപ്പനോട് പറയാണ്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ട പങ്ക് എനിക്ക് എന്ത് ചെയ്ത് തരണം? ന്യായമായതല്ലേ ചോദിച്ചേ? അമ്മാച്ചൻ്റെ ചോദിച്ചോ? കൊച്ചാച്ചൻ്റെ ചോദിച്ചോ? അപ്പൻ്റെ ചോദിച്ചോ? ജ്യേഷ്ഠൻ്റെ ചോദിച്ചോ? അവൻ ചോദിച്ചു ഇത്രയേ ഉള്ളൂ, വസ്തുവിൽ അവന് വരേണ്ട പങ്ക്. ന്യായമായ ചോദ്യമെന്ന് തോന്നുന്ന ഒരു ചോദ്യം. ചിലർ പറയുന്നുണ്ട്, ആത്മാവ് വന്ന പുറകോട്ടാണോ വീഴുക, മുന്നോട്ടാണോ വീഴുക? എടാ, ഏതിലെങ്കിലും വീഴട്ടെ. മുന്നോട്ടോ പുറകോട്ടോ സൈഡിലോട്ടോ, ഇനി വീണില്ലേലും കുഴപ്പമില്ല. മരകുറ്റി പോലെ ഇരിക്കാതിരുന്നാൽ മതി ആലയത്തിൽ. സത്യം. വീഴണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഇനി ആവശ്യമില്ലാത്തൊന്നും എൻ്റെ തള്ളി കെട്ടിവെച്ചേക്കരുത്. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നൊരുവൻ വീഴണമെങ്കിൽ വീണോട്ടെ, അവനല്ലേ പോകുന്നു, നമുക്ക് വല്ലതും പോകുന്നുണ്ടോ? ആത്മാവ് വരുമ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പം അവൻ ഇങ്ങനെയാ ബൈബിളില്. സംശയമുള്ളവർ 220 വോൾട്ടിൻ്റെ പ്ലഗ് ഉണ്ട്, ഒന്ന് കുത്തി കൈയിട്ട് നോക്ക്, എന്നിട്ട് പ്രാർത്ഥിപ്പിച്ചിട്ടേ പോകാവൂ. അതും പോരെന്ന് തോന്നുമ്പോൾ 11 kV പോകുന്നുണ്ട് ഇതിലെ. ഒന്ന് തൊട്ട് നോക്കണം. എൻ്റെ പൊന്നു മക്കളും പോയി ചെയ്തേക്കരുത്. 5 ദിവസം വന്നൊരു പുള്ളി പറഞ്ഞു 11 kV പിടിക്കാൻ ദൂതായി ഞാൻ ഏറ്റെടുക്കുന്നു, ഞാൻ പോയി പിടിക്കാൻ. ഒന്നും ചെയ്യല്ലേ എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഓരോന്നിൻ്റെയും ഇതും കറണ്ട് അതും കറണ്ടല്ലേ. 11 kV പോരാന്ന് 66 kV പോകുന്നുണ്ട്. 66 110 ഒക്കെ പോകുന്നുണ്ട്. ഏടാ, എൻ്റെ ഇത്രയും വന്ന് ഈ ബുദ്ധിക്കകത്ത് പരിശുദ്ധാത്മാവിനെ അളക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? A+B² ഇത് മനസ്സിലാക്കി എടുക്കാൻ എത്ര വർഷം എടുത്തെന്നറിയോ? A² എങ്ങനെയാ മക്കളെ? 2AB + B². ഇതൊന്ന് പഠിച്ചെടുക്കാൻ എത്ര അടി കൊണ്ടെന്നറിയോ? ഒരു Aയും Bയും ഒരു 2 ഒക്കെ വെച്ച് കേട്ടുള്ള സാധനം. ഇത് പഠിച്ചെടുക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഞാനാ പറയുന്നു. പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല, പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ്. എന്തോ നാടേ. പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇളയ ചെറുക്കൻ വന്ന് പറയാ, അപ്പാ എനിക്ക് വേണ്ടത് മാത്രം തന്നാ മതി. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ, അപ്പൻ മുതൽ പകുത്തു കൊടുത്തു. വസ്തുവല്ല, മുതൽ പകുത്തു കൊടുത്തു. പണ്ടത്തെ ഒരു 10-40 വർഷം പുറകു നോക്ക്.
കല്യാണം കഴിപ്പിച്ച് വിടുമ്പം ഒരു അലമാരിയും ഒരു കട്ടിലും ഒരു കുട്ടകവും ഒരു വട്ടളവും ഉരുളിയും കിണ്ടിയും ഇല്ലേ? ഇല്ല, ഇവിടെ ഇല്ല. പുത്തൂർ സൈഡ് കാണില്ലായിരിക്കും. അമ്മുമ്മ മരിക്കും, അമ്മയുടെ അമ്മക്ക് മരിക്കുമ്പം ഇടത്തെ കയ്യിൽ കിടക്കുന്ന വള കൊച്ചുമോൾക്ക്. കേട്ടിട്ടില്ല? അപൂർവ കാര്യം പറയുന്ന പോലെ ഒന്ന് കേട്ടിരുന്നോ? തൃശ്ശൂർ സൈഡിലൊക്കെ ഉണ്ട് അതൊക്കെ. ഇടത്തെ കയ്യിലെ മോതിരം, നമ്മൾ ആഭരണം ഉപയോഗിക്കാത്തവരാണല്ലോ അല്ലേ, അതായിരിക്കും മനസ്സിലാവാത്തത്. ഇടത്തെ കയ്യിലെ മോതിരം മൂത്ത മകളുടെ 5ാമത്തെ കുഞ്ഞിന്, അപ്പച്ചൻ കിടന്ന കട്ടില് മൂത്ത മോന്. അത് നിർബന്ധമാണ്. ആ കൂടി ഒരു കട്ടിലേ ഉള്ളൂ ആ വീട്ടില്. പണ്ടൊക്കെ അങ്ങനെയാ. മുതൽ പകത്ത് കൊടുക്കുമ്പം ഉരുളിയും വട്ടളവും കുട്ടകവും ചട്ടുകവും ചീഞ്ഞച്ചട്ടിയും ഫ്രൈ പാനും ഇല്ലേ? നമ്മുടെ കെട്ടിച്ചു വിട്ട പെൺകുഞ്ഞുങ്ങൾ വീട്ടിൽ വരുമ്പോൾ തിരിച്ചു പോകുമ്പം ആ പുതിയ ഫ്രൈ പാനൊക്കെ എടുത്ത് കൊണ്ടുപോകാറില്ലേ? ഇല്ല. ഒഴിഞ്ഞവളായി വന്ന് നിറഞ്ഞവളായി പോകും. നിങ്ങൾ കണ്ടിട്ടില്ല? പുത്തൂർ ദേശത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. പോട്ടെ. ഇപ്പൊ പകുത്ത് കൊടുത്തു കേട്ടോ അപ്പൻ. ഒരപ്പനെ ചങ്ക് പറിച്ചത് കൊടുത്തേ കേട്ടോ മകളെ. ഒരു സ്ത്രീയുടെ ഉദരത്തിനകത്തൊരു കുഞ്ഞു ഉരുവായി വരുമ്പോൾ ഉണ്ടാകുന്ന സ്ത്രീക്കുള്ള ബുദ്ധിമുട്ടാണെന്നറിയോ? തിന്നാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. ഇതെല്ലാം ബുദ്ധിമുട്ടുകളാണ്. സ്തോത്രം. കാലിന് നീര്, കയ്യിന് നീര്. അച്ചാച്ചാ ഈ കാലിൽ നിൽക്കുക, അച്ചാച്ചാ ആ കാലിൽ നിൽക്കുക, അച്ചാച്ചാ ഇനി നമ്മൾ അടുത്ത് ചെന്നാലോ ഒന്ന് മാറി നിൽക്കുക, നിങ്ങളുടെ സ്മെല്ല് പറ്റുന്നില്ല. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒന്നും കുഴപ്പമില്ല, നമ്മൾ ഭാഗ്യമുള്ളവരാണ്. സ്തോത്രം. എന്നാൽ പൊതുവെ കണ്ടുവരുന്ന എങ്ങനെയാണ്? എന്തെല്ലാം ബുദ്ധിമുട്ടാണ്. ഇനി കുഞ്ഞ് ജനിച്ചാലോ കരഞ്ഞാൽ ഇതെന്തിനാ കരയുന്നതെന്നറിയോ? കൊതു കുത്തിയിട്ടാണോ, ഉറുമ്പ് കടിച്ചിട്ടാണോ, വിശന്നിട്ടാണോ, വല്ല രോഗം കൊണ്ടാണ്? അറിയോ? എൻ്റെ വീട്ടിൽ 4 ഉണ്ട്, അതുകൊണ്ടാ. ഗ്യാസ് കയറുമ്പോൾ അതിൻ്റെ പ്രശ്നം എടുത്തുകൊണ്ട് പോകണത് എന്താണെന്ന് അറിയത്തില്ലല്ലോ. ഇപ്പം 4 ആയപ്പോൾ ഏകദേശം മനസ്സിലായി ഇതിൻ്റെ റൂട്ടൊക്കെ. ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നവരാ നിങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നൊരു പരുവമാവുമ്പോഴേ ഇവിടുന്ന് ഒരു ഹായ് വരുമ്പം പിടികിട്ടിയില്ല. നീ ഹോയ് വിടാനിരിക്കല്ലേ, പിടികിട്ടിയില്ല. കിട്ടിയോ? വിടുതലായി. ഒരാൾക്കെങ്കിലും പിടികിട്ടിയല്ലോ. നിന്റെ അപ്പനും അമ്മയ്ക്കൊക്കെ അറിയാം ഏതാ നല്ലതെന്ന് കേട്ടോ. ചങ്ക് പറിച്ച് കളയരുത് അവരുടെ ഒന്നും. നിനക്ക് നന്മയുണ്ടാകാനും, ബാക്കി പറഞ്ഞ കുഞ്ഞുങ്ങൾ പറഞ്ഞേ, ദീർഘായുസ്സുണ്ടാകാനും അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. ആരോട്? മക്കളോട്. ഇത് ചെയ്യാതെ നീ 21 ഇരുന്നാലും 40 ഇരുന്നാലും ഈ വേദപുസ്തക പ്രകാരം നിനക്ക് അനുഗ്രഹിക്കപ്പെടാനുള്ള റൂട്ടില്ല. സ്വത്രം പറ. അപ്പച്ചമാർ അമ്മച്ചിമാർ ഇതിനൊക്കെ കൈയടിക്കുക, അല്ലാതെ ഭൂതം പ്രേതം എന്നൊക്കെ പറയുമ്പോൾ കൈയടിക്കാതെ. സ്വത്രം. ഇത് ശരിയാകാതെ ദൈവപ്രവൃത്തി വെളിപ്പെടുവോ? ഇനി ഭാര്യമാര് കേട്ടോ, ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ സ്വോത്രം എന്നല്ല, വാക്യം പറ.
അനുസരിപ്പീൻ. പിന്നെ ഭയപ്പെടുവീൻ. സാറെങ്ങനെ വിളിച്ചെന്നാ? യജമാനനെ ഒന്നും വിളിക്കണ്ട, പേരെങ്കിലും വിളിക്കാതിരിക്കേ, എടോ എന്നൊന്നും വിളിക്കാതിരിക്കേ. ഡ്രൈവർ സീറ്റിൽ അമ്മാമൊന്ന് കയറി ഇരിക്കാതിരിക്കേ. സ്വത്രം പറ, ഉപവാസപ്രാർത്ഥനയല്ലേ, ആരെങ്കിലുമൊക്കെ പറയണ്ടേ. കഴിഞ്ഞ ദിവസം ഒരു ഒരാളിങ്ങനെ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഞാൻ വരച്ച വര പോലെയാ, വരച്ച വരയിൽ നിന്ന് അണുവിട എൻ്റെ കുടുംബം ചലിക്കില്ല. പക്ഷെ വരയ്ക്കുന്നത് അവളാണ്. ആര്? എന്നിട്ടിരുന്ന് ഇതിനകത്തിരുന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുവോ? പറയുന്നു. ഇനി ഭർത്താക്കന്മാര് കേട്ടോ, ഇങ്ങോട്ട് നോക്കിയേ, നോക്ക്, പ്രായമുള്ളവരൊക്കെ നോക്ക്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ അവളെ ശുദ്ധീകരിക്കാൻ, ഈ സഭയെ നേടാൻ ഒരു ഗുണം ഉണ്ടായിട്ടല്ലേ ഈ സഭയെ കൊണ്ട് കർത്താവിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു പെന്തിക്കോസ്ത് സഭ സ്ഥാപിച്ചതുകൊണ്ട് കർത്താവിന് എന്തെങ്കിലും ഗുണമുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും പറയുന്നേ ഉണ്ടോ? കർത്താവിന് സഭയെ കൊണ്ട് ഒരു ഗുണമില്ല. നമ്മൾക്കാണ് കർത്താവിനെ കൊണ്ട് ആവശ്യം. സ്വത്രം പറഞ്ഞേ. ഒരു ഗുണമില്ലാതിരുന്ന നമ്മെ തെരഞ്ഞെടുത്തത് യേശു ജീവൻ കൊടുത്തിട്ടാണ്. ഇങ്ങനെയാണ് ആര് സ്നേഹിക്കേണ്ടത്? കല്യാണം കഴിച്ചവരാണോ? അങ്ങനെ വേണം ഭർത്താക്കന്മാരെ സ്നേഹിക്കാൻ. ഭർത്താക്കന്മാർ ഭാര്യയെ സ്നേഹിക്കാൻ. അങ്ങനെയാണോ സ്നേഹിക്കുന്നേ? ഓമനയുടെ മീൻകറിയാണൊക്കെ മീൻകറി. അവനവൻ്റെ ഭാര്യയുടെ മീൻകറി ഇഷ്ടമല്ല. ഓമനയുടെ മറ്റേ എന്ത് പുളിയാ, കൊടംപുളിയുടെ ആ പുളി അങ്ങ് ഇറങ്ങി മീനിന്റെ മേലെ പിടിച്ച് അച്ചായനെ പറയുമ്പം ഈ ഞരമ്പനൊക്കെ എന്ത് ചെയ്യണമെന്നറിയോ? പറയണ്ട അച്ഛ, അത് പറയണ്ടേ? അല്ല, പറയണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, വേറെ കാര്യം. ഇത് തെറ്റി നടക്കുന്ന ഭർത്താവിനെ യേശു അനുഗ്രഹിക്കുമോ? ഗ്യാസ് പോയോ? മൊത്തം പോയോ? കുറച്ചെങ്കിലും ബാക്കി വെക്ക്, ഒരു 8:30 വരെയെങ്കിലും പിടിച്ചു വെക്ക്. ഇനി ദൈവമക്കൾ കേട്ടോ, ദൈവമക്കളൊക്കെ ഒന്ന് കരമർത്തി സ്വത്രം പറഞ്ഞേ. ഈ കൈപൊക്കാത്തവരൊക്കെ സഭയ്ക്കൊരു ഓർഡർ ഉണ്ട് കേട്ടോ. ക്രിസ്തു ദൈവമാക്കി വെച്ച അധ്യക്ഷൻ, ദൈവമക്കൾ. എഫെസോസ് സഭയുടെ ദൂത് തുയത്തേരയിൽ പോയാൽ കിട്ടില്ല. സ്വർഗത്തിൽ 1/2 മണിക്കൂർ മൗനമായിരുന്നു. കിട്ടുവച്ചാ? കിട്ടോടെ മോളെ? അവരും ഉണ്ട്, പിണങ്ങിന്ന് തോന്നുന്നു. മോറിയിൽ ദൈവം കാണിച്ച കുന്നിന്റെ മുകളിൽ പോയിട്ട് വേണം എന്ത് ചെയ്യാൻ, അല്ലെങ്കിൽ നിന്റെ ഇസഹാക്ക് പീസാവൂ. കുത്തൊഴിഞ്ഞു കിടക്കുന്നൊരിടമല്ല ദൈവസഭ. ഇത് കെട്ടിയടച്ച തോട്ടമാണ്. ഓർഡറുണ്ട്. ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ ഇങ്ങനെ വേണമെന്ന് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വ്യവസ്ഥ തെറ്റിച്ചു പോകുന്ന ഒരുത്തനെയും അനുഗ്രഹിക്കാൻ ഇരിക്കുന്ന ഒരാളല്ല ആര്? സ്തോത്രം ചെയ്യുന്നു. നമ്മൾ വാക്യം വായിച്ചില്ല അല്ലേ? അതെത്ര ടെൻഷൻ തോന്നുന്നു. വാക്യം വായിക്കണോ? എന്നൊരു വാക്യം വായിച്ചു. ഇനി എൻ്റെ വിഷമം വേണ്ട. 2 ശമൂവേൽ 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം. ഇനി ഉപവാസ പ്രാർത്ഥനയിൽ വാക്യം വായിക്കാതെ ആ പാസ്റ്റർ പ്രസംഗിച്ചതെന്നും പറഞ്ഞേക്കരുത്. വായിച്ചോ.
ഇല്ലേ? 2 ശമൂവേൽ പോയോ? എടുത്ത് വായിക്കേ. 1-ാം അധ്യായത്തിന്റെ അവസാനം വായിക്കും. ആ, ഓ വീരന്മാർ യുദ്ധായുധങ്ങൾ സാധാരണ ഇനി ഇങ്ങോട്ട് നോക്ക്, ഇതാ വായിപ്പിക്കാത്തത്. പിന്നെ അതിനകത്ത് കമന്ന് എടുക്കും. വീരന്മാർ പട്ടുപോവോ? മോന്റെ പേരെന്താടാ? ലിവിങ്സ്റ്റൺ. അടിപൊളി പേരാണല്ലോടാ. ഇപ്പൊ ഞാനും ലിവിങ്സ്റ്റണും തമ്മിൽ മസിലൊക്കെ ഉണ്ടോന്ന് നോട്ടെ, കുഴപ്പമില്ല. ഞാനും ലിവിങ്സ്റ്റണും തമ്മിൽ ഇപ്പോൾ ഒരു ഇടി നടന്നെന്ന് വിചാരിക്കേ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ജയിക്കാനേ സാധ്യതയുള്ളൂ. ഇനി അറിയില്ല, പിള്ളേരുടെ ഊരും നമുക്ക് പിടികിട്ടുന്ന കേസല്ല. കാരണം അവനേക്കാൾ ആരോഗ്യമുണ്ടെന്നൊരു ധാരണ എനിക്ക് ഉണ്ട്. അതുകൊണ്ടാണ്. എന്നാൽ കുരുളച്ചായനോടൊന്നും പിടിച്ചേക്കാൻ പറ്റില്ല. പുള്ളിയൊക്കെ ഒരു ഇച്ചിരി പണ്ടത്തെ ബ്ലാക്ക് ബെൽറ്റാ പുള്ളി, പിടിച്ചേക്കാൻ പറ്റില്ല. പട്ടുപോകുന്നത് കഴിവില്ലാത്തവരും മിടുക്കില്ലാത്തവരാണ്. വീരന്മാർ പെട്ടുപോവോ? ഇല്ല. പക്ഷെ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് എന്താ? വീരന്മാർ എങ്ങനെയാ? അതറിയണ്ടേ? എടുത്തോ, 1 ശമൂവേൽ തന്നെ എടുത്തോ. 1 ശമൂവേൽ 15. നമ്മളൊന്ന് പെട്ടെന്ന് ഓടിച്ച് നോക്കി ഞാൻ എൻ്റെ വാക്ക് ചുരുക്കാം. പറഞ്ഞു വരുന്നത് ശൗലിനെ കുറിച്ചും യോനാഥാനെ കുറിച്ചാണ്. ഫെലിസ്ത്യരിൽ നടന്നിട്ടുള്ള യുദ്ധത്തിൽ താന് നശിക്കുകയാണ്, മരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ആ പാട്ട് പാടി വരുന്നത്. കാരണം കേട്ടോ, ഒരു യോഗ്യതയുമില്ലാത്തിടത്ത് നിന്നാണ് ശൗൽ പൊങ്ങി വരുന്നത്. ദൈവം തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ദൈവത്തെ മറന്നിട്ട്, ദൈവത്തിൻ്റെ ആലോചന മറന്നിട്ട്, ദൈവാത്മാവിന്റെ നിയോഗങ്ങളെ മറന്നു കളഞ്ഞിട്ട്, ദൈവഹിതത്തിനപ്പുറം തൻ്റെ ഹിതത്തിൻ്റെ നടപ്പിലാക്കലിനു വേണ്ടി വ്യഗ്രത കാണിച്ച ശൗലിന്റെ പരാജയമാണ് വീരന്മാർ പട്ടുപോയത് എങ്ങനെ എന്ന ചോദ്യത്തിൽ അവസാനിക്കുന്നത്. കാരണം കേട്ടോ, 1 ശമൂവേൽ 15 13-ാം വാക്യം. മതി. ഉയ്യോ, ശൗലിന്റെ വാക്ക് കേട്ടോ. ശമൂവേൽ പ്രവാചകനോട് പറയുകയാണ്, നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. യഹോവയുടെ കൽപ്പന എന്തായിരുന്നു കൽപ്പന എന്നറിയാമോ? അമാലേക്യരെ നിർമൂലമാക്കണം. അതായിരുന്നു കൽപ്പന. പക്ഷെ താൻ നിർമൂലമാക്കിയോ? ഇല്ല. തനിക്ക് നല്ലതെന്ന് തോന്നിയതൊക്കെ താൻ എന്ത് ചെയ്തു? എന്നിട്ട് താൻ ഇപ്പോൾ പറയുന്നത് എന്താണ്? യഹോവയുടെ കൽപ്പന. ഒരു ദൈവദാസനെ പൊക്കിയടിക്കുകയാണ്. അഭിഷിക്തന്റെ ശുശ്രൂഷ. അതല്ലേ ഈ പറഞ്ഞു വരുന്നേ. ചിലവരുണ്ട്, ആദ്യം നമ്മൾ ചർച്ചിലേക്ക് ചാർജ് എടുക്കുമ്പം നമ്മളങ്ങ് പൊക്കിയടിച്ച് എൻ്റെ പൊന്നെ അങ്ങ് തെങ്ങിൻ്റെ മണ്ടയിൽ കയറ്റി വയ്ക്കും. 1 വർഷം ആവുമ്പം പുള്ളി അതിൻ്റെ മുകളിൽ നിന്ന് ആദ്യം വെട്ടി താഴ്ന്ന പുള്ളിയായിരിക്കും. ആ കൂട്ടത്തിൽ പെട്ടവനായി പുള്ളി. ശമൂവേലേ, നീ എന്തൊരു വാക്ചാതുര്യാന്നറിയോ? തെറ്റിപ്പോവും, ആരും വീണുപോവും. ഉറങ്ങുന്നവരൊക്കെ സ്വത്രം പറഞ്ഞേ ഇല്ല, നിങ്ങൾ പിന്നെയും വീണില്ല. പൊക്കിയടിക്കാൻ ഇതുപോലെ
ചെയ്യാത്തത് ചെയ്തു എന്ന് പറയുകയും ചെയ്തത് ചെയ്തില്ലെന്നും വരുത്തി തീർക്കുന്ന കൗശലക്കാർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പനെയും പറ്റിച്ച്, അമ്മയും പറ്റിച്ച്, പാസ്റ്ററേയും പറ്റിച്ച്, കൂട്ടുകാരെയും പറ്റിച്ച് ഒക്കെ പോവാം. അവസാനം ഒരു പിടി വീഴുന്ന സമയമുണ്ട്. കേട്ടോ, എല്ലാവരും ചെവി തുറന്ന് കേട്ടോ. തന്ത്രങ്ങൾ മെനയുന്നവരും തന്ത്രങ്ങൾ രൂപീകരിക്കുന്നവരൊക്കെ കേട്ടോ. ജ്ഞാനി അവന്റെ കൗശലത്തിൽ പിടിക്കുന്നവനാണ് ദൈവമെങ്കിൽ, വക്രനോട് വക്രനാണ് ദൈവമെങ്കിൽ, വിതച്ചത് കൊയ്യത്തക്കവണ്ണം അനുവദിക്കുന്നവനാണ് ദൈവമെങ്കിൽ, പെന്തിക്കോസ്തുകാരാ, നിന്റെ പരിപാടി നീ നിർത്തിക്കോ. അപ്പൊ എങ്ങനെ പെട്ടുപോയേ? കപടം. അല്ലേ 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 മോളെ? ഞാൻ അടുത്തത് 15 വാക്യം നോക്ക്. ചെയ്യും, പറഞ്ഞതുപോലെ ചെയ്യില്ല. ഇപ്പം ഇന്ന് നമ്മുടെ സഭായോഗത്തിന് സമയമില്ല, ഒത്തിരി ഗസ്റ്റുകളുണ്ട്. അതുകൊണ്ട് ഈ പ്രബോധിപ്പിക്കുന്നവരും സാക്ഷ്യം പറയുന്നവരൊക്കെ ഇന്ന് എന്ത് ചെയ്യണം? ചുരുക്കിയ സമയം എടുക്കണം എന്ന് പാസ്റ്റർ പറഞ്ഞെന്നിരിക്കട്ടെ. ആഹാ, ആര്? പ്രധാനപ്പെട്ട മൂപ്പനെ. പുള്ളിക്കന്ന് അത് കേട്ട പുള്ളിക്ക് കാലിളകും. എനിക്ക് സമയം കുറിക്കാറായോ? പുള്ളി അന്ന് 2 പാട്ട് പാടും. എന്നിട്ട് സമയത്തെക്കുറിച്ച് ഒരു സെമിനാർ എടുക്കും. എന്നിട്ടേ ഇരിക്കുള്ളൂ പുള്ളി. ഉപവാസപ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പുള്ളി അങ്ങ് ആഫ്രിക്കയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരും. ചെയ്യും അവന് തോന്നിയതുപോലെ. ഉത്തരം പറഞ്ഞേ. മൂടുള്ളപ്പോൾ ആരാധിക്കാൻ വരേണ്ടവരല്ല ദൈവമക്കൾ. കേട്ടോ, ഇന്നെനിക്ക് മൂടില്ല, അതുകൊണ്ട് ഞാൻ യോഗത്തിനില്ലേ. ആ പുള്ളിയാശി നിന്നെ അതിന് വിളിച്ചതല്ല. മനസ്സിലാവുന്നുണ്ടോ? ദൈവവും അതുപോലെ മൂഡ് അനുസരിച്ചിട്ടാണ്. ഇന്ന് എനിക്ക് ഇവരൊന്നും അനുഗ്രഹിക്കാൻ മൂടില്ല അപ്പോ എന്ന് പറയായിരുന്നെങ്കിലോ? നമ്മുടെയൊക്കെ ഗതി എന്താകും? അവന്റെ കരുണ പോകാത്തത് കൂടല്ലേ ഇവിടെ ഇരിക്കുന്നേ? അല്ലടാ മക്കള്, അല്ലേ? അവന്റെ ദയ അടഞ്ഞു പോകാത്തത് കൊണ്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നേ? സ്തോത്രം ചെയ്യുന്നു. മൂടുള്ളപ്പോൾ ഉറക്കം വരാത്തപ്പം നല്ല പ്രസംഗമായിരുന്നു, അതുകൊണ്ട് മാത്രം. അതിനൊക്കെയാണോ ദൈവം വിളിച്ചത്? പ്രസംഗിക്കുന്നവൻ എങ്ങനെയും പ്രസംഗിക്കട്ടെ എന്നേ. നിനക്ക് ദൈവമായിട്ടൊരു ബന്ധമില്ലേ? ഇല്ലേ? എല്ലാ പ്രാസംഗികരെയും എല്ലാവർക്കും ഇഷ്ടമാണോ? എനിക്കിഷ്ടമല്ല. പിന്നെ നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. എനിക്കിഷ്ടമല്ല എല്ലാ പ്രസംഗങ്ങളും, എല്ലാ ടൈപ്പ് പ്രസംഗങ്ങളും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് അവർ വരുമ്പോൾ ഞാൻ ദൈവത്തെ ആരാധിക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അങ്ങനെയല്ലല്ലോ. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടതുപോലെ ചെയ്യണം. കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ ആഹ്വാനം കിട്ടിയ ഇങ്ങനെ ഒരു കണ്ണു തുറന്നിരിക്കരുത്. പട്ടണവാതിൽക്കല് മൂപ്പന്മാരെ പോലെ അവിടെ ഇരുന്ന് ആരൊക്കെ വരുന്നു, ആരൊക്കെ കൈയടിച്ചു. അവൻ 3 ഹല്ലേലൂയ പറഞ്ഞു, ഇവൻ 2 സ്തോത്രേ പറഞ്ഞുള്ളൂ. മറ്റോ വന്ന് 10:30. ഇതിന് സെൻസസ് എടുക്കാൻ ദൈവത്തിനെ വിളിച്ചോ? വിളിച്ചായിരുന്നു. അതിന് കണ്ണടച്ചുകൂടെ? പ്രാർത്ഥിച്ചുകൂടെ? അവനൊന്നും ആരാധിക്കുന്നില്ല. ഇവന്റെ ഒന്ന് ആരാധന. ശരി, അച്ചായനെന്താ പണി? പറഞ്ഞോട്ടെ, അച്ചായനെന്താ പണി? അടുത്തത് കിട്ടിയോ? സാധനം കിട്ടിയോ? ചെയ്യേണ്ടത്
എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്റെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായി ഞാൻ കണ്ടില്ല. നീ പ്രവർത്തിക്കുന്നില്ലെന്നല്ല, ദാറ്റ്സ് നോട്ട് പെർഫെക്റ്റ്. നീ പൊട്ടിയതും ചിന്നിയതും ഒക്കെ കൊണ്ട് അർപ്പിച്ചോ, കുഴപ്പമില്ല. പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ടു കൊടുക്ക്, പുള്ളിക്ക് ഇഷ്ടപ്പെടുവോ? അപ്പൊ നിനക്കറിയാം നല്ലതാണ് ആർക്ക് കൊടുക്കേണ്ടതെന്ന്, എന്നാലേ വീടിന് നമ്പർ കിട്ടുള്ളൂ എന്നറിയാം. അപ്പൊ അവന് നല്ല കൊടുക്കാൻ അറിയാം. നിന്റെ ആയുസ് ദൈവത്തിന്റെ കയ്യിലല്ലേ, അല്ലേ? അപ്പൊ ദൈവത്തിന് തക്ക ബഹുമാനം കൊടുക്കണ്ടേ? പാർക്കിൽ വന്നിരിക്കേണ്ട പോലെയാണോ ആലയത്തിൽ വരേണ്ടത്? ആണോ? ബീച്ചിൽ കാറ്റുകൊള്ളായിരിക്കേണ്ട പോലെയാണ് ആലയത്തിൽ വന്നിരിക്കേണ്ടത്? ആണോ? അല്ല എന്ന് നമുക്കറിഞ്ഞിട്ടും ഇതൊക്കെ ഒരു തരം ധാർഷ്ട്യമാണ് കേട്ടോ. സ്തോത്രം ചെയ്യുന്നു. ഇതൊന്നും ശരിയല്ല. ദൈവം അതിലൊന്നും എൻ്റെ ദൈവമക്കളെ ഇതൊക്കെ പറയുമ്പോൾ അന്യഭാഷ വരേണ്ടത് കേട്ടോ. സ്തോത്രം. ഇനി അടുത്തത് ഉള്ള കാറ്റ് എല്ലാവരുടെയും മൂന്ന് തോന്നുന്നു. 22-ാം വാക്യം. അത് മതി. നിന്റെ ഹിതം ചെയ്യാനല്ല നിന്നെ വിളിച്ചത്, ദൈവത്തിന് ഹിതം ചെയ്യാനാ ദൈവം നിന്നെ വിളിച്ചത്. ഇപ്പൊ ഒരു പ്രസംഗം ദൈവം വരമേൽപ്പിച്ചെന്നിരിക്കട്ടെ. ഇപ്പൊ ഞാനീ പറയുന്ന പ്രസംഗം ഒരു 99% ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. വേണ്ട, ഇഷ്ടപ്പെടാൻ വേണ്ടി പറയല്ല, അനുസരിക്കാൻ വേണ്ടി പറയുകയാണ്. എനിക്കിഷ്ടമുള്ളത് ചെയ്യാനാണോ യേശപ്പച്ചൻ എന്നെ വിളിച്ചേ? നിങ്ങൾ എന്തേലും പറ. യേശപ്പച്ചൻ ഇഷ്ടം ചെയ്യാനല്ലേ മക്കളെ? അല്ലേ? 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 ഇപ്പൊ വീരന്മാർ പട്ടുപോകാൻ കാരണം ഞാൻ പറഞ്ഞു വരുന്നേ. ഞാൻ അതിൻ്റെ 30-ാം വാക്യം ഒന്ന് വായിക്കും. പുള്ളി പറയാണ്, ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? പാപം ചെയ്തിരിക്കുന്നു. പക്ഷേ ഇപ്പൊ ഒരു കാര്യം ചെയ്യണം. ജനത്തിലെ മൂപ്പന്മാരെ ഒക്കെ ഒന്ന് മാനിച്ചിട്ട്, നിങ്ങളെ വാക്യം കണ്ടായിരുന്നോ? ഒന്നും കൂടെ നോക്കിയേ. എങ്കിലും ജനത്തിൻ്റെയും മൂപ്പന്മാരുടെയും ഇസ്രായേലിന്റെ മുൻപാകെ. എന്നിട്ട് ആ വാക്യം ഒന്നും കൂടി വാക്ക് ശ്രദ്ധിക്കണേ. ഞാൻ അപ്പൊ 1 മിനിറ്റ് മോനെ. ഈ ദൈവം ശൗലെ നിന്റെ ആരാ? നിന്റെ ആരാണ് യഹോവ? എന്റെ ദൈവമെന്ന് പറഞ്ഞവൻ ഇപ്പൊ പറയുന്ന വാക്ക് കേട്ടോ. ഞാൻ നിന്റെ ദൈവത്തെ, അല്ലേ? അങ്ങനല്ലേ? ഇപ്പൊ പുള്ളിക്ക് ഒറ്റ കാര്യമുള്ളൂ. ജനത്തിൻ്റെയും ഇസ്രായേലിയ മൂപ്പന്മാരുടെ മുൻപിൽ ഒരു മാന്യത മതി. മനുഷ്യൻ തന്നെ പുകഴ്ത്തിയാ മതി. ദൈവത്തിൽ നിന്ന് വരുന്ന പുകഴ്ച തന്റെ വിഷയമല്ല. സ്തോത്രം ചെയ്യുന്നു. ദൈവം പുകഴ്ത്തുന്നവനാണ് ഭാഗ്യവാൻ. ദൈവം കൊള്ളാകുന്നവൻ എന്ന് പറയുന്നവനാണ് ഭാഗ്യവാൻ. തനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ആൾക്കാരുടെ മുമ്പിൽ എന്ത് ചെയ്യണം? ഒരു മാന്യത. ഒരു ഉദാഹരണം പറയാം. നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ സ്വഭാവം ഉണ്ടെങ്കിൽ എന്നോട് ദേഷ്യപ്പെടരുത്, മാറ്റിയാൽ മതി. ഇങ്ങോട്ട് നോക്കൂ. അച്ചായൻ പുതിയൊരു ഇന്നോവ എടുത്തു. ഏത്?
ഹൈബ്രിഡ് തന്നെ എടുത്തു. നമ്മുടെ യോഗം 9 മണിക്കാണ്, പക്ഷേ 10 മണിക്ക് 9 മണിക്കാണ് 10 മണിക്കാണ് സഭായോഗം. 9:30 9:30 യോഗം, സഭായോഗം. പുള്ളി 10 മണിക്ക് വരൂ. പുള്ളിയുടെ റിവേഴ്സ് ഇടുമ്പം ഒരു ട്യൂണുണ്ട്, അതൊക്കെ ഒന്ന് കേൾപ്പിച്ച് ചാവി ഒന്ന് ഞെക്കി കീക്കി പോരാ, ഒന്നും കൂടി കീക്കി അടിപ്പിച്ച് പുറകിൽ വന്നിരുന്ന കസേര 2 വലിച്ച് സ്തോത്രം എന്നും പറഞ്ഞിരിക്കുമ്പം ഈ തങ്കച്ചായൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന സാധനം എന്തുവാ? തങ്കച്ചായനിവിടെ ഇല്ല, തങ്കച്ചായൻ എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ എല്ലായിടത്തും, ഞങ്ങളുടെ ചർച്ചയിൽ ഒരു 4 തങ്കച്ചായന്മാരുണ്ട്. ഞാൻ ആ തങ്കച്ചായൻ്റെ കാര്യമില്ല പറഞ്ഞേ. ഈ പുള്ളിക്ക് എന്താ ആഗ്രഹം? ആൾക്കാരൊക്കെ ഒന്ന് ദൈവം മാനിക്കുന്നത് എനിക്ക് വിഷയമാണോ? നല്ലവനെ, വിശ്വസ്തനെ, ഇത് കേൾക്കാൻ താല്പര്യമുണ്ടോ? ഞങ്ങളുടെ അച്ചായനാണ് അച്ചായൻ. ഓ, ദൈവത്തിന് വേണ്ട വചനമില്ല, പാട്ടില്ല, പ്രാർത്ഥനയില്ല, ദൈവവുമായിട്ട് ബന്ധമില്ല, പണത്തിൻ്റെ ഹുങ്കും അഹങ്കാരവും കാട്ടി നടക്കുന്ന ആ അച്ചായൻ ഭയങ്കര അച്ചായനാണ്. ആ ചായന് 2 കീജെ വിളിച്ച 500 1000 എന്ത് ചെയ്യും? കിട്ടും. എന്ന് ഈ വങ്കനിത് മനസ്സിലാവണ്ടേ? 500 1000 പോവുകയാണെന്ന്. എന്നാലും കുഴപ്പമില്ല, ആളുകൾ എന്നെ എന്ത് ചെയ്താൽ മതി? പ്രിയപ്പെട്ടവരെ, ഒത്തിരി ആയുസ്സൊന്നുമില്ല കേട്ടോ. ജീവിച്ചിടത്തോളൊന്നും ജീവിക്കാൻ സാധ്യത കുറവാണ്. ഉള്ള സമയം ദൈവത്തെ പ്രസാദിപ്പിക്കുക. പറ്റിയതൊക്കെ പറ്റി, ഇന്ന് ഏറ്റു പറ. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. എൻ്റെ 24-ാം വാക്യം. ശൗൽ മതി, ഇപ്പം താൻ രാജാവാണെന്ന് ഓർക്കണം. ഈ ജനത്തെ ഭരിക്കുന്ന രാജാവാണ്. രാജാവ് പറയുകയാണ്, ഈ ജനത്തെ ഞാൻ എന്ത് ചെയ്തു? ഭയപ്പെട്ടിട്ട് അവരുടെ വാക്കനുസരിച്ചു. അപ്പൊ ദൈവത്തെ ഭയപ്പെടാനോ ദൈവത്തിന്റെ വാക്കനുസരിക്കാനോ താല്പര്യമില്ല. മനുഷ്യൻ പിണങ്ങുന്നതാണ് എൻ്റെ വലിയ കാര്യം. ദൈവം പിണങ്ങുന്ന എനിക്ക് വിഷയമല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നും ഭയത്തോട് ഓർക്കുന്ന ഒരു അനുഭവം ഞാൻ പറഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധ വിഷയത്തിലേക്ക് കൊണ്ടുവരാം. 2013 ജനുവരി മാസം 25-ാം തീയതിയാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവിൻ, അല്ലാ ഞാൻ നിങ്ങളെ കീറിക്കളയും. വിടുവിപ്പാൻ 2013 ജനുവരി മാസം അച്ഛൻ മരിക്കുന്ന പകൽ മുഴുവൻ അമ്മയെ അച്ഛൻ ഇടിക്കുമായിരുന്നു. ഒരു 1:30 ആയപ്പം അച്ഛൻ കട്ടിലിൽ പോയിരുന്ന് ഒരു 3:30 ആയി. അമ്മ പോയി വിളിച്ചപ്പം അനക്കമില്ലാതെ ബെഡിലേക്ക് മറിഞ്ഞു വീഴുമായിരുന്നു. സൈലന്റ് അറ്റാക്ക് വന്നിട്ടാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. എൻ്റെ അമ്മ അന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. എൻ്റെ അമ്മയുടെ ചരിത്രം അവിടുത്തെ മെഡിക്കൽ ഓഫീസറിനൊക്കെ അറിയാം. അപ്പം അതുകൊണ്ട് അമ്മയോടൊരു ചെറിയ കരുണ അവർ കാണിക്കാറുണ്ട് എല്ലാ മേഖലയിലും. അച്ഛൻ മരിക്കുന്നതിൻ്റെ കുറച്ച് നാൾ മുമ്പ് ഞാൻ പറഞ്ഞ സങ്കീർത്തനത്തിലെ വാക്യം എൻ്റെ അനീതിയോട് ദൈവാത്മാവ് ഇടപെട്ട് അച്ഛനോട് പറഞ്ഞു. എൻ്റെ അച്ഛൻ എന്താ ചെയ്തതെന്നറിയാമോ?
താന് ഒരു പേപ്പർ കഷ്ണം എടുത്തു. ഒരു പേപ്പർ കഷ്ണം എടുത്തിട്ട് പുള്ളി ഇതുപോലെ ഇങ്ങനെ കീറി, ഇങ്ങനെ കീറി. എന്നിട്ട് പുള്ളി എൻ്റെ പെങ്ങളോട് ചോദിച്ചു, നിന്റെ ദൈവം എന്നെ കീറിക്കളയാൻ വല്ല കടലാസ് കഷ്ണം? അധികം പോയില്ല പ്രിയപ്പെട്ടവരെ. എൻ്റെ അച്ഛൻ്റെ ബോഡി മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയിൽ നിന്ന് ഞാൻ ഏറ്റുവാങ്ങുമ്പം ഞാൻ കണ്ടു എൻ്റെ അച്ഛൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ളത്. ഫ്രം ഹെഡ് ടു ടോ തൻ്റെ ശരീരം കീറിയിരിക്കുന്നത് ഞാൻ എൻ്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടു. പറയുമ്പോൾ എനിക്ക് സങ്കടമുണ്ടെങ്കിലും ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. കുഞ്ഞു കളിക്കേണ്ട പ്ലേ ഗ്രൗണ്ട് അല്ല ദൈവസഭ. അച്ചാച്ചൻ്റെയും അമ്മാച്ചൻ്റെയും തറവാട്ടിലൊക്കെ കയറി പറയുന്നത് പോലെയല്ല ദൈവസഭയ്ക്കകത്തുനിന്ന് ഈ ഒരു കാര്യം പറയുമ്പം ദൈവം തൻ്റെ സഭയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ദൈവം തൻ്റെ സഭയിൽ ന്യായാധിപതിയായി നിൽക്കുന്നു. കേട്ടോ, ഓരോരോ ലംഘനങ്ങൾക്കും അനുസരണക്കേടുകൾക്കും അപ്പം മറുപടി തരാത്തത് ദൈവത്തിന് നിന്നോടുള്ള കരുണയാണെന്ന് മാത്രം അറിഞ്ഞ് നിന്നെ എക്സ്പോസ് ചെയ്ത് നിന്നെ നശിപ്പിക്കാൻ തമ്പുരാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇന്ന് പുത്രനിലൂടെ രക്ഷ പ്രാപിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ് ഈ രാത്രി ദൈവം ഒരു അവസരം തരുമ്പം ദൈവത്തിൻ്റെ ദയയെ, ദീർഘക്ഷമയെ, ഈ ഐശ്വര്യത്തെ നീ നിഷേധിച്ച് കളഞ്ഞിട്ട് വരാൻ പോകുന്ന ന്യായവിധി ദിവസത്തിൽ നിനക്ക് തന്നെ കോപം ചരതിച്ച് വയ്ക്കാതെ, ലംഘനങ്ങൾ മറച്ചു വയ്ക്കാതെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രമീകരിക്കപ്പെട്ട് ദൈവത്തോട് ശുദ്ധവും നിഷ്കളങ്കവുമായ പ്രാഗൽഭ്യമുള്ളൊരു മനസാക്ഷിയിലേക്ക് വരുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിന്നെ പ്രബോധിപ്പിക്കുന്നു. പൊട്ട് കളിക്കരുത് ദൈവസഭയ്ക്കകത്ത്. ഭീഷണിയുടെ സ്വരമാണെന്ന് അങ്ങനെയും തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിൻ്റെ ദാസൻ എന്ന നിലയിൽ, വചനം ശുശ്രൂഷിക്കുന്നവൻ എന്ന നിലയിൽ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഗൗരവത്തോടെ തന്നെ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെയും ഇവിടെയും നിന്ന് പറയുന്നത് പോലെയല്ല ദൈവസഭയ്ക്കകത്ത് കയറി പറയുകയും ചെയ്യുകയും ചെയ്യുമ്പം ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങൾ ശണ്ട എവിടെ നിന്നാണ്? കലഹം എവിടെ നിന്നാണ്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? ഒരുവനോടൊരുവൻ കാര്യമുണ്ടായാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ക്ഷമിക്കാത്തത് എന്ത്? എന്നോട് ദൈവം കരുണ കാണിച്ചെങ്കിൽ, ക്ഷമിച്ചെങ്കിൽ, എൻ്റെ കൂട്ടുകാരനോടും എൻ്റെ സഹോദരനോടും ഞാൻ ക്ഷമിക്കേണ്ടവനല്ലേ? അല്ലല്ല. കൂട്ടുകാരനോട് ക്ഷമിക്കാത്തവൻ ദൈവത്തിൽ നിന്ന് ക്ഷമ പ്രാപിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഹൃദയപൂർവ്വം ക്ഷമിക്കാത്ത ആരെയും ദൈവത്തിൻ്റെ ദീർഘക്ഷമയിൽ ഇല്ലെന്ന് ഈ രാത്രികാലം തിരിച്ചറിയുക. കടം ഇളച്ചു കൊടുക്കാത്തവന് ദൈവത്തിൽ നിന്നും ഇളച്ചു കിട്ടത്തില്ലെന്ന് പുതിയ നിയമത്തിൻ്റെ സത്യമാണെങ്കിൽ ക്ഷമിക്കാൻ. ഞായറാഴ്ച തിരുമേശ ഉണ്ടാകൂടെ? കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർത്തുകൊണ്ട്, ഓർമ്മിപ്പിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ ദാസൻ അപ്പവും വീഞ്ഞുമായി അടുത്തു വരുമ്പം ഷാർജ ഷെയ്ഖ് അടിക്കുന്ന പോലെ നീ അത് കുടിക്കരുത്. ക്രീം മണ്ണ് തിന്നുന്നത് പോലെ തിന്നാനുള്ളതല്ല അത്.
നാം ദൈവ സാന്നിധ്യത്തെ അവഗണിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. എന്നിട്ടും ഇവിടെ ഇരിക്കാൻ ഭാഗ്യം കിട്ടിയെങ്കിൽ, ഈ സന്ദേശം കേൾക്കാൻ ഭാഗ്യം കിട്ടിയെങ്കിൽ യേശപ്പച്ചന്റെ കരുണയാണ്. ക്ഷമിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. വിട്ടുകൊടുക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. നിന്നെ മുറിവേൽപ്പിച്ചതാണ്, നിന്നെ കണ്ടമാനം വേദനിപ്പിച്ചതാണ്. എന്നാൽ നിന്നോട് ആത്മാവ് പറയുന്നു, നീ ക്ഷമിക്ക്. ജോസഫ് ഉയരാനുള്ള കാരണം അറിയാമോ? തൻ്റെ സഹോദരന്മാരോട് ക്ഷമിക്കാനുള്ള മനസ്സ്. ഒരു ഗുണവും അവന്മാർ ചെയ്തിട്ടില്ല കേട്ടോ, ദ്രോഹം മാത്രം ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അവന്മാർ പറയുന്നത് ഞങ്ങൾ ഹൃദയപരമാർത്ഥികളെന്ന്. ഇവന്മാരുടെ എല്ലാ കളികളും അറിയുന്ന ജോസഫ് പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയാണ്, നിങ്ങളെവിടെയും പോകണ്ട, എൻ്റെ കൂടെ പാർത്തുകൊള്ളുക. ക്ഷമിച്ചിട്ട് $100 കൊടുത്ത് വിടുകയല്ല ചെയ്തത്, അവന്റെ കൂടെ പാർക്കത്തക്കവണ്ണം ചേർത്ത് പിടിച്ചില്ലേ? ഞാൻ പറഞ്ഞില്ല, ഒരു അപ്പന്റെ 2 മക്കളുടെ കാര്യം. ആ ചെറുപ്പക്കാരൻ അപ്പന്റെ ഹൃദയത്തെ കീറി മുറിച്ചിട്ടല്ലേ പോയേ, അല്ലേ? എല്ലാം വിറ്റ് എല്ലാം ഗൂഗിൾ പേയിലാക്കി ചെറുക്കം പോയില്ലേ? ഒത്തിരി കൂട്ടുകാരുണ്ട്, ചെല്ലുമ്പോ ഇങ്ങനെ ചെയ്താൽ മതിയില്ലേ? 799 കോംബോ ഓഫർ, 12 പീസ് ചിക്കനും 6 വിങ്സും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും 2 ബണ്ണും 2 ഡിപ്പും. ഇതെങ്ങനെയൊക്കെ പാസ്റ്റർക്ക് അറിയാന്നല്ലേ? തിരുവല്ല അൽറാസി ബ്രോസ്റ്റഡ് ചിക്കനിൽ കിട്ടുന്ന സാധനമാണ് ഇന്നത്തെ ഓഫർ. വേറൊരു ഓഫറും കൂടിയുണ്ട്, 999 15 പീസ് ചിക്കനും 5 പീസ് വിങ്സും 3 ഡിപ്പും 4 ബണ്ണും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും. സുഖല്ലേ? പോയി സ്കാൻ ചെയ്ത്, ചെറുക്കൻ നിരത്തി സ്കാൻ ചെയ്യാണ്. എത്ര എണ്ണാന്നറിയോ കൂടെ? ഒരു ദിവസം സ്കാൻ ചെയ്യാൻ മൊബൈൽ പൊക്കിയപ്പം ഇൻസഫിഷ്യന്റ് ബാലൻസ്. സ്കാനിങ്ങേ നടക്കുന്നുള്ളൂ, സാധനം പോകുന്നില്ല. പാർസല് വാങ്ങിച്ച് തിരിച്ചവിടെ വെച്ചിട്ടേ ഇപ്പൊ വരാന്ന് പറഞ്ഞ ചെറുക്കം മുങ്ങി. എവിടേക്കാന്നറിയോ? പന്നിയുടെ വാള വരെ വിൽക്കുന്ന ഒരു പുള്ളിയുണ്ട്, അവിടെ സ്കാൻ ചെയ്യാൻ പോയി. അവിടെയും സ്കാനർ വർക്ക് ചെയ്യുന്നില്ല പുള്ളിയുടെ. സാധനം ബോധം വന്നു. എന്റെ ഫണ്ട് നിറച്ചത് എൻ്റെ അപ്പനാണ്, എന്റെ സോഴ്സ് എൻ്റെ അപ്പനാണ്. അവൻ അന്ന് തിരിച്ചറിഞ്ഞു. ബോധ്യമുണ്ടോ? അപ്പനാ നടത്തുന്നെന്ന് ബോധ്യമുണ്ടോ? ഉണ്ടോ? പെന്തിക്കോസ്തുകാരാ, നിനക്ക് അഹങ്കരിക്കാൻ എന്തെങ്കിലും വകയുണ്ടോ? ഇപ്പൊ വലിച്ച ശ്വാസം തിരിച്ചു വന്നില്ലെങ്കിൽ തീർന്നില്ലേ? ഞങ്ങൾ പറയും ഇന്ന അച്ചായം പോയി, അത്രേ പറയത്തുള്ളൂ. കുറച്ച് കഴിഞ്ഞ ആളുകൾ ചോദിക്കും, വെച്ചോ? എവിടെ? മോർച്ചറിയിലേ. 2 ദിവസം കഴിഞ്ഞ് അടക്കണ നേരത്തെ ഒരു 12 മണിയാവുമ്പം ഞങ്ങളോട് വന്ന് വീട്ടുകാർ പറയും, പാസ്റ്ററെ മഴയ്ക്ക് സാധ്യതയുണ്ട്, ബോഡി നമുക്ക് നേരത്തെ എടുക്കണം. സാധനം കുഴിയെ കൊണ്ടുവച്ചപ്പോൾ പറഞ്ഞു ശവം. മനസ്സിലാകുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ അച്ചായന്റെ ഗതി ഇത്രയേ ഉള്ളൂ. എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും സോഴ്സ് ദൈവമാണ്. ലൈഫ് സോഴ്സ് ദൈവമാണ്. കേട്ടോ കുഞ്ഞുങ്ങളെ?
ദൈവത്തെ വിട്ട് പോയേക്കരുത്. കിട്ടാവുന്ന ഏറ്റവും നല്ല മാർഗത്തിലാണ് നിങ്ങൾ വന്നു നിൽക്കുന്നത്. നിങ്ങളെത്ര ഭാഗ്യമുള്ളവരാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ഒരു സഭയ്ക്കകത്ത് അംഗങ്ങളായി തുടരുക കഴിയുക എന്ന് പറയുന്ന എത്ര ഭാഗ്യമാണ്. നിങ്ങൾക്ക് തീപ്പൊരി ആരാധന ആളുകൾ, സന്തോഷം തോന്നി. അത് മാത്രം ചെയ്തുകൊണ്ടിരുന്ന കാര്യം നടക്കില്ലല്ലോ. അതുകൊണ്ടത് പറഞ്ഞേ, സോഴ്സ് നിന്റെ അപ്പനാണ്. ചെറുക്കം വന്നു കേട്ടോ. ഇവിടുന്ന് പോകുമ്പോഴേ XXLന്റെ അലൻസോളിയുടെ ഇതിട്ടിട്ടാ പോയത്. ഏതാ? ബനീനിട്ടെ. ഇപ്പൊ XXLും ഇല്ല, XXLും ഇല്ല. അവിടെയും കീറി ഇവിടെയും പറഞ്ഞ് ഇതൊക്കെ ഭയങ്കര സ്റ്റൈല് കട്ടിങ് ആണ്. എന്താ മോനെ 2-3 കട്ടിങ്ങിന്റെ പേര് പറഞ്ഞേടാ, പറ. ഫ്രീ ഫൈഡോ എന്തോ പറഞ്ഞു അല്ലേ? തരത്തിന് തരത്തിന് മുടി വെട്ടാൻ ബെല്ലസയും അല്ലാത്ത സയും, ആണിന് ആണും പെണ്ണിന് പെണ്ണും ഒക്കെ വെട്ടുന്ന അടിപൊളി കടകളല്ലേ. അവിടെ കേറുള്ളായിരുന്നു, സ്യൂട്ട് റൂമേ എടുക്കത്തുള്ളായിരുന്നു. ഇപ്പം റെയിൽവേ സ്റ്റേഷന്റെ സൈഡിലൊക്കെ എടുക്കുന്നത്. പിടി കിട്ടുന്നുണ്ടോ? ഇപ്പൊ കിട്ടിയ ബ്ലേഡ് വെച്ച് അങ്ങ് വടിക്കുകയാണ്. ഫ്രീ സൈസിൽ വെട്ടുക, എങ്ങനെങ്കിലും പോകട്ടെ എന്നും പറഞ്ഞ്. അതുപോലും കിട്ടാനില്ല. ചെറുക്കൻ വരുന്ന വരവ് കാണുന്നുണ്ടോ? നോക്കിയേ, അവന്റെ വരവ് നോക്കിയേ. ഇസ്രായേലിൽ, ഇത് പറഞ്ഞ് ഞാൻ നിന്റെ വാക്ക് ഒരുക്കാം കേട്ടോ, കുറച്ച് നേരമായില്ലേ പുള്ളി തന്നെ പറയുന്നത്. ഇസ്രായേലിലെ കെസാസ എന്ന് പറഞ്ഞൊരു സെറിമണി ഉണ്ട്. പട്ടണവാതിക്കൽ മൂപ്പന്മാരിങ്ങനെ ഇരിക്കും. ചില ചർച്ചിലൊക്കെ കണ്ടിട്ടില്ലേ? അവരാ കസേരയിൽ നിന്ന് എഴുന്നേക്കത്തില്ല. അമ്മാമ്മയുടെ കയ്യിൽ ആദ്യം ബൈബിള് കൊടുത്തു വിടും ആ കസേരയിൽ സ്ഥാനം പിടിക്കാൻ. ഈ തൽക്കാലി ടിക്കറ്റ് എടുക്കുന്ന പോലെ കല്ല്, ചെരുപ്പ്, കുപ്പി, പേന, പെൻസിൽ വെക്കുന്ന പോലെ അച്ചാച്ചൻ കൊടുത്തു വിടുന്ന ബൈബിളാണ്. അവിടെ കൊണ്ട് അമ്മാമ്മ വെച്ചിട്ട് അമ്മാമ്മ നേരത്തെ വന്നിരിക്കും. അച്ചാച്ചൻ ഒരു 10-11 മണിയാക്കുമ്പോൾ മുട്ട പുഴുങ്ങിയതൊക്കെ വിഴുങ്ങി പതിയെ വരും. അച്ചാച്ചൻ്റെ സീറ്റ് അല്ല, അച്ചാച്ചൻ്റെ സീറ്റിലെങ്ങാനും ആരെങ്കിലും ഇരുന്ന വരുന്നുണ്ടല്ലോ, ഇരിക്കുന്നുണ്ടല്ലോ, സ്വോത്രം. പോട്ടെ. പട്ടണവാതിക്കൽ ഈ മൂപ്പന്മാരിങ്ങനെ ഇരിക്കും കേട്ടോ. ഇങ്ങനെ നോക്കും ഓരോരുത്തരും വരുന്നത്. എന്തിനാണെന്നറിയോ? സ്നേഹം കൊണ്ടല്ല, ഇവർക്ക് കാലം മുടക്കണം എന്ന് പറഞ്ഞാൽ ഈ സെറിമണി ഇങ്ങനെയാണ്. ഈ ഇസ്രായേലിൽ ഒരു ആരെങ്കിലും അവരുടെ വസ്തു വിറ്റിട്ട് പോയി ജാതികൾക്ക് അവകാശമായി കൊടുത്തിട്ട് പോയ ശേഷം തിരിച്ചവൻ എന്തെങ്കിലും വരികയാണെങ്കിൽ ഈ മൂപ്പന്മാരെല്ലാം ചേർന്ന് ഇന്ന വീട്ടിലെ ആലുമൂട്ടിലെ ഇന്ന അച്ചായൻ്റെ ഇന്ന കൊച്ചൻ വന്നടാ, ഉടയ്ക്കട കലം, അവൻ്റെ മുമ്പിൽ ഇത് ഉടയ്ക്കും. എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നിനക്ക് ഇസ്രായേലിൽ ഒരവകാശമില്ല. വേണമെങ്കിൽ നിനക്ക് അടിമയായിട്ട്, ദാസനായിട്ട്, ഡെയിലി വേജസിലെ കൂലിക്കാരനായിട്ട് വേണമെങ്കിൽ ഈ പട്ടണത്തിലേക്ക് കയറാം. അപ്പൻ്റെ വീട്ടിലേക്ക് മകനായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഈ ചെറുക്കൻ പറഞ്ഞേ, ഞാൻ പറയും, അപ്പനോട് പറയും, സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തു, മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഒരു കൂലിക്കാരനായിട്ടെങ്കിലും എന്നെ എന്ത് ചെയ്താൽ മതി. കാരണം തിന്നണ്ടേ, ഒരു അപ്പ കഷ്ണം കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. അതിനു വേണ്ടി വരുക. ഈ ചെറുക്കൻ ഇവിടുന്ന് പോയപ്പം അല്ല കൂട്ടപ്പനായിട്ടല്ല പോയേ. സത്യം പറഞ്ഞ ഈ മൂപ്പന്മാർ ഇച്ചിരി പ്രായമായതുകൊണ്ട് കണ്ണു പിടിച്ചില്ല, ചെറുക്കൻ രക്ഷപ്പെട്ടു. ഇവന്മാരുടെ കണ്ണിലെങ്ങാനും കിട്ടിയായിരുന്നെങ്കിലും ഉണ്ടല്ലോ, കേട്ടോടെ മക്കളെ,
നമ്മുടെ ഹൃദയത്തിലുള്ളതൊക്കെ നിങ്ങൾ അറിഞ്ഞായിരുന്നെങ്കിൽ എന്നെ ഇവിടെ വിളിച്ച് കയറ്റുമോ? നിങ്ങൾ പറ. ഇങ്ങനെ ഈ 70 mm ചിരിക്കുന്നത് നമ്മുടെ ഹൃദയം ആർക്കും പിടികിട്ടാത്തത് കൊണ്ടല്ലേ? അല്ലേ? കിട്ടിയായിരുന്നെങ്കിൽ ഇതിനൊക്കെ 7 അയിലകത്ത് അടുപ്പിക്കുവോ? ഇല്ല. സത്യമല്ലേ? ചായന്മാർക്ക് ഇച്ചിരി പ്രായമായത് കൊണ്ടും ലെൻസ് പലരും മാറ്റാൻ മടിച്ചത് കൊണ്ടും ചെറുക്കൻ രക്ഷപ്പെട്ടു. പിടുത്തം കിട്ടിയില്ല. പക്ഷേ നിങ്ങൾ ആ വീട്ടിൽ നോക്കി, ആ വലിയ വീട്ടിലേക്ക് നോക്കിയേ. ഒരു അപ്പച്ചൻ ഓടി വരുന്നുണ്ടോ? ഉണ്ടോ? ഒരു ലോഹ പോലത്തെ ഡ്രസ്സ് അവരുടേത്, പൊക്കി പിടിച്ച് ഓടുക. ഈ അച്ചായൻ എന്തു പറ്റി? എവിടേക്കാ അച്ഛാ? മിണ്ടാട്ടല്ല, ഓടുക. പട്ടണവാതിൽക്കലെത്തി. ചെറുക്കൻ മടി കാണിച്ചെങ്കിലും അപ്പോൾ അവൻ എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. എന്താണെന്നറിയോ? എല്ലാ അവകാശവും നഷ്ടപ്പെടുത്തി വരുന്ന ചെറുക്കനെ ഇവന്മാര് കലമുടയ്ക്കുന്നതിനു മുൻപ് അപ്പന് വീണ്ടെടുക്കാൻ ഒരു അവസരമുണ്ട്. ഈ ചെറുക്കൻ വരുത്തി വെച്ച എല്ലാ ഷെയിമും, ഇവൻ വരുത്തി വെച്ച എല്ലാ നഷ്ടവും, സമൂഹത്തിനും കുടുംബത്തിനും കളങ്കിതമായ എല്ലാ അനുഭവങ്ങളും അവൻ്റെ അപ്പനായി ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന സൈനാണ് അപ്പൻ അവിടെ ചെയ്യുന്നത്. കണ്ടോ? കെസാസ എന്ന സെറിമണി നടത്താൻ കാത്തിരുന്ന, വലിച്ചു കീറാൻ കാത്തിരുന്ന മൂപ്പന്മാർക്ക് പിടികൊടുക്കാതെ പത്രോസേ, ഗോതമ്പ് പാറ്റുന്നത് പോലെ നിന്നെ പാറ്റാൻ. മനസ്സിലാകുന്നുണ്ടോ? ഗുണം കൊണ്ടല്ല, നേട്ടം കൊണ്ടല്ല, വിശുദ്ധനായത് കൊണ്ടല്ല, മാന്യനോ മിടുക്കനോ ആയത് കൊണ്ടല്ല കേട്ടോ. നിന്റെ ദൈവത്തിന് നിന്നോട് കരുണ തോന്നിയോ? ആ കരുണയാണ് നിന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ഞെളിയരുത്. നിർത്തുന്ന ദൈവത്തിന് മുമ്പാകെ താഴ്മയോടെ നടക്കാനും ദയ തൽപരനായിരിക്കാനുമല്ലാതെ മനുഷ്യ നിന്നോട് ദൈവം എന്താകുന്നു ചോദിക്കുന്നത്? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ബുദ്ധിമുട്ടാവില്ലെങ്കിൽ, ശരീരത്തിന് പ്രയാസമില്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? പാടുന്ന കുഞ്ഞുങ്ങളൊന്ന് മുന്നോട്ട് വരാവോ? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. അഭിഷേകം ഒന്നും എവിടെയും പോയിട്ടില്ല. അതൊക്കെ നിങ്ങളുടെ അകത്ത് കിടപ്പുണ്ട്. പക്ഷെ അത് ഒഴുകി വരാനുള്ളൊരു കാരണം ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഈ ആയുധം, ഈ പരിച, വീരനായ നീ പട്ടുപോയത് ഇങ്ങനെയൊക്കെയാ. ശ്രദ്ധിച്ചേ, ഒന്ന് ശ്രദ്ധിച്ചേ. നിന്നിന്ന് ചേർത്ത് പിടിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവത്തിന്റെ ആത്മാവിൽ തുടങ്ങിയ ശൗൽ അവസാനിക്കുന്നത് കുന്തത്തിന്റെ മുകളിലാണ്. എന്നാൽ വാളിൽ തുടങ്ങിയ പുതിയ നിയമത്തിലെ ശൗൽ ക്രിസ്തുവിനെ കണ്ട നാൾ മുതൽ പ്രാർത്ഥന മനുഷ്യനായി തീർന്ന് മേൽക്കുമേൽ ശക്തിപ്പെട്ട് അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പത്തിലേക്ക് കടന്നു വന്നിട്ട്
ഞാൻ നല്ല പോർ പൊരുതു, എന്റെ ഓട്ടം തികച്ചു, എന്റെ വിശ്വാസം കാത്തു എന്ന് പറയുന്ന വീരന്മാരുടെ പട്ടികയിൽ അഗ്രഗണ്യനായി നിൽക്കുന്നത് കണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു വെച്ചില്ലേ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നവൻ കണ്ണുകളടച്ച്. കുഞ്ഞ്, നിന്റെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ടോ? ദൈവം നിന്നെ പകൽ രാത്രി തുറക്കും. ഞാൻ പിന്നെയും പറയുന്നു, എന്റെ വാക്ചാതുര്യത്തിലല്ല ആത്മാവ് വരുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിന്റെ റിപ്പന്റൻസ്, നമ്മുടെ റിപ്പന്റൻസ് ജെന്യുവിൻ ആണെങ്കിൽ നിന്റെ ജീവിതം അസാധാരണം. കുഞ്ഞു കളിക്കരുത്, ദയവായി കുഞ്ഞുങ്ങൾ കണ്ണുകൾ അടയ്ക്കണം. ദൈവ സാന്നിധ്യത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൽ സമർപ്പിക്കുന്നവരുടെ മേൽ ഒരു വലിയ ജീവിക്കും ഞാനിനി. ദൈവത്തിന്റെ സ്നേഹചരടുകളാൽ ബന്ധിക്കപ്പെടുന്ന ഈ സമയം ദൈവം നിന്നെ അസാധാരണമായി ജീവിക്കും. ദൈവ സ്നേഹത്തിലേക്ക് മടക്കി വരുത്തുന്ന തന്റെ സ്നേഹം കൊണ്ട് നിന്നെ തിരിച്ചു പിടിക്കുന്ന രാത്രി. സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, സ്നേഹത്തെ വലിയ മാനസാന്തരത്തിന് അനുഭവം എത്ര നാൾ ഇതിനകത്ത് തള്ളി ഞാൻ. ഈ മഹാ ജലഹൃദയങ്ങളെ ആത്മാവ് ഉടക്കിയ ദൈവമേ ഓർക്കല്ലേ, ചേർത്ത് പിടിച്ച് ഉള്ളിൽ ദൈവസ്നേഹത്തെ ദൈവമേ കൂലിക്കാരനായിട്ടുള്ള മകനായി ആത്മാവേ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരുന്ന കാഴ്ച നീ കാണുക. ആത്മാവേ പാപത്തിൽ കാഴ്ച നീ കാണുക. ദൈവത്തിൽ പുത്ര നീ ശാപത്തിൽ ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലായി പോകുമോ? ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവ
ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. ക്രൂശിന്മേൽ കാണുന്ന ദാരിദ്ര്യ. ക്രൂശിന്മേൽ കാണുന്ന ദാരിദ്ര്യ. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ. ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ സമർപ്പിച്ചത് ജനുവിനാണ്. പട്ടുപോയ വീരന്മാരെ പോലെ ആകാനല്ല, ഒരു വിശ്വസ്തനായി എഴുന്നേൽപ്പിക്കണമേ എന്ന പ്രാർത്ഥന ഇന്ന് രാത്രികാലം ഉയരുന്നെങ്കിൽ, ആത്മാവിൽ തുടങ്ങി ജഡത്തിൽ അവസാനിപ്പിച്ച ശൗലിനെ പോലെയല്ലപ്പ. ആത്മാവിൽ തുടങ്ങി ആത്മാവിൽ അവസാനിപ്പിക്കുന്ന പൗലോസിനെ പോലെ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ എത്ര പേരുണ്ട്? ആ കരങ്ങളും ഉയർന്നിരിക്കട്ടെ. സമയം നിങ്ങൾ ദയവായി ചിന്തിക്കരുത്. ഈ നിമിഷങ്ങളിൽ
നമ്മളൊരു കുറച്ച് സമയം ആരാധിക്കും. ഒരു വലിയ ദൈവശക്തി ഇവിടെ ഇറങ്ങും. ഞാൻ പറഞ്ഞ വാക്കുകൾ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു നെഗറ്റീവായി തോന്നിയെങ്കിൽ സോറി, മനഃപൂർവ്വം ഞാൻ പറഞ്ഞതല്ല. നിങ്ങളെ അവഹേളിക്കാനോ കുത്തി നോവിക്കാനോ ഞാൻ പറഞ്ഞതല്ല. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം പറഞ്ഞതാ, വേദനയിൽ നിന്ന് പറഞ്ഞതാ. നഷ്ടപ്പെട്ടു പോകുന്ന ഈ തലമുറയുടെ നടുവിൽ ദൈവത്തിന്റെ കാര്യവിചാരകത്വത്തിലേക്ക് കടന്നു വരുന്ന വിശ്വസ്ത പുരുഷന്മാരെ തമ്പുരാൻ തിരയുന്ന ഈ രാത്രിക്കകത്ത് ഈ ദൈവസഭയിൽ നിന്ന് ചിലരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് വരണമേ. ജഡത്തിൽ അവസാനിച്ച കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഉള്ളപ്പോൾ മുഴങ്കാൽ മടക്കാത്ത 7000 എണ്ണത്തെ ശേഷിപ്പിച്ചവന്റെ കരം ഈ സഭയിലും ഒന്ന് ഇറങ്ങിയായിരുന്നെങ്കിൽ, ആ സ്പർശനം ഇന്ന് രാത്രികാലം എന്നിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു. എന്നെ വിശ്വസ്തനായി പുറത്തു കൊണ്ടുപോപ്പാ. അല്പസമയം കൂടി നമ്മൾ ആരാധിക്കും. ഞാൻ ഉറപ്പ് തരാം, ഒരു വലിയ ദൈവശക്തിയുടെ ഇറങ്ങും. കരങ്ങളെല്ലാം ചേർത്തടിച്ച് അല്പസമയം അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ച് കണ്ണുകളെല്ലാം കരങ്ങളെല്ലാം ചേർത്തടിച്ച് Ori bala baba baba bashakada la dura da la waida bara rudara bana hantana dere dere